ദൈവത്തിന് സ്തോത്രം. ഈ നല്ല ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന നല്ല സാവകാശത്തിനായിട്ട് വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വരുവാൻ നമ്മെ ഇടയാക്കിയല്ലോ. നിശ്ചയമായും നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചാണ്. അഥവാ പൗലോസിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശുദ്ധിയുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൂടി പ്രാർത്ഥിച്ചു തുടങ്ങും. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി, നല്ല സമയത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഒരു കുടുംബമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആഴമേറിയ വചനത്തെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഗ്രഹിപ്പാനും പഠിക്കാനും നീ ഞങ്ങളെ സഹായിക്കും. കർത്താവെ, നീ മഹത്വം എടുക്കണം. നിനക്ക് വേണ്ടി ഞങ്ങൾ അല്പസമയം ഇരിക്കുക. ഞങ്ങളോട് സംസാരിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. ദൈവം തെരഞ്ഞെടുത്ത പാത്രം. നമുക്കറിയാം, ഒരു പാത്രം. യിരെമ്യാ പ്രവാചകൻ മുതൽ നമ്മൾ പാത്രത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രവാചകനെ നേരെ കൊണ്ടുപോയത് ഒരു കുശവൻ പാത്രം മെനയുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മളത് പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാണ്. ഒരു കുശവന്റെ മനസ്സിലാണ് പാത്രത്തിന്റെ ഷേപ്പ്, പാത്രത്തിന്റെ ഗുണനിലവാരം, പാത്രം എന്തിന് പ്രയോജനപ്പെടണം, ഈ 3 കാര്യങ്ങളും കുശവൻ തീരുമാനിക്കുന്നതാണ്. എങ്ങനെയുള്ള പാത്രമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കുശവനാണ്. അത് എന്ത് ഉപയോഗത്തിനായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കുശവനാണ്. അത് എത്രത്തോളം കമനീയമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും കുശവനാണ്. ഒരു പിടി മണ്ണ് അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ അതിനെ അവന്റെ ഭാവനയ്ക്കൊത്തവണ്ണം അതിനെ രൂപപ്പെടുത്തും. ഞാനൊരിക്കൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കും മീനങ്ങാടിക്കും ഇടയിൽ വീട് കയറി ധാരാളം കാപ്പിത്തോട്ടമുള്ള ഒരാളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ മുറ്റത്ത് ധാരാളം കാപ്പിയുടെ കുറ്റി പറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വിറകിന് വേണ്ടി കൊണ്ടുവന്നിട്ടതായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഈ കാപ്പിക്കുറ്റികളെല്ലാം ഓരോരോ രൂപത്തിലും ഓരോരോ ഭാവത്തിലും ഇരിക്കുന്നത് കാണാം. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ലൊരു ആട്ടിൻകുട്ടിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ, ഇത് എങ്ങനെ ഇതിങ്ങനെ ആക്കിയെടുക്കണേ എങ്ങനെയാ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, വീടിന്റെ മുറ്റത്ത് ഞാൻ ആ കൂട്ടിയിട്ടിരിക്കുന്ന കാപ്പിക്കുറ്റി എന്തിനാന്ന് സാർ വിചാരിച്ചാണ്? തീ കത്തിക്കാനാന്ന് വിചാരിച്ചോ? അല്ലല്ല,
അത് ഞാൻ മിനുക്കി രൂപപ്പെടുത്തി ഞാൻ നല്ല ഒരു ആട്ടിൻകുട്ടിയാക്കണമെങ്കിൽ ആട്ടിൻകുട്ടിയാക്കും, മനുഷ്യനാക്കണമെങ്കിൽ മനുഷ്യനാക്കും, ഷോക്കേസ് ആക്കണമെങ്കിൽ അങ്ങനെയാക്കും. പല രീതിയിൽ അവൻ ആ തടി കൊണ്ട് പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കും. ഇപ്പൊ ഷോക്കേസ് എന്നെ കാണിച്ചു തന്നു, അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമാണ്. അതിൻ്റെ ഓരോ ബ്രാഞ്ചസ് എടുത്ത് ഓരോ രീതിയിൽ അത് വെട്ടി മുറിച്ച് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ ആ കുറ്റികളുടെ ഇടയിൽ ആ ശില്പിയായവൻ, മരത്തിൽ കൊത്തുപണി ചെയ്യുന്നവൻ കുറ്റികൾക്കിടയിൽ ചെല്ലുമ്പോൾ അവന്റെ തലയ്ക്കകത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇതിൽ ഏതെടുത്താൽ ഏതാക്കാം, ഏത് തെരഞ്ഞെടുത്താൽ എനിക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഒരു രൂപത്തിലെത്താം. പ്രിയ ദൈവമക്കളെ, വളരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള അവന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ. നമ്മളെ എന്തോ ഒന്നാക്കാം, നമ്മളെ എന്തോ ഒരു രൂപത്തിലാക്കാം, ഏതെങ്കിലും ഒരു രൂപഭംഗി അതിന് വരുത്താം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ട് എന്നെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്തതാണ്. ഇവിടെ പറഞ്ഞത് പാത്രം എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സുൽത്താൻ ബത്തേരിയിലെ കാപ്പിയുടെ കുറ്റിയുടെ കാര്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ ഉപമിച്ചത് ഒരു പാത്രത്തോടാണ്. യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് കാണിച്ചു കൊടുത്തത് ഒരു പാത്രത്തെയാണ്. ഒരു കുശവന്റെ വീട്ടിലേക്ക് നീ ചെല്ലാനാണ് പറഞ്ഞത്. കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ചക്രത്തിൽ പാത്രം മെനയുന്ന കുശവനെ കണ്ടു, പാത്രം കണ്ടു. തന്നെയല്ല, ചില പാത്രങ്ങൾ കല്ലടയുള്ളതായി തീരുന്നത്, കേടുവരുന്നത് അവൻ കണ്ടു. ഒരു പാത്രമായി രൂപാന്തരപ്പെടണമെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്യണം, ഞാനത് എങ്ങനെയുള്ള പാത്രമാണ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്, ആ മണ്ണ് ആ ഷേപ്പിൽ കൊണ്ടുവരണം, ക്ലേ മോഡലിംഗ് വരുത്തണം. മൂന്നാമത്, അതിനെ രൂപമാക്കി കഴിഞ്ഞാൽ അതിന് ചൂളയ്ക്ക് വെക്കണം. പാകമായ ചൂട് കൊടുത്ത് ആ മണ്ണ് നന്നായി ഉറപ്പിക്കണം. ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം പൊട്ടിപ്പോയാൽ നന്നാക്കാൻ പറ്റില്ല. ചൂളയ്ക്ക് വെക്കും മുമ്പ് ആ പാത്രം ഏത് രീതിയിലും ഉപയോഗിക്കാം, ഉടയ്ക്കാം, വീണ്ടും വാർക്കാം. എന്നാൽ ചൂളയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തെ രൂപമാറ്റം വരുത്താൻ പറ്റില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ ദൈവമക്കളെ. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഞാൻ. സഹോദരിമാർ ഇതിനകത്ത് ധാരാളം പേരിരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഈ ആൾക്ക് എന്താഹാരമാണ് കൊടുക്കേണ്ടത്. ആദ്യം പ്ലാൻ ചെയ്യും. കപ്പയും മീനും ആണെങ്കിൽ അതിന് തക്കവണ്ണം, അപ്പം ഇറച്ചിയാണെങ്കിൽ അതിന് തക്കവണ്ണം, ചിപ്സ് ആണെങ്കിൽ അതിന് തക്കവണ്ണം. നമ്മൾ ആലോചിക്കുക, ഏത് പാത്രമാണ്. അടുക്കളയിൽ ചെന്നിട്ട് ഒരു മേലോട്ടും കീഴോട്ടും ഒരു നോട്ടമുണ്ട്, ഏത് പാത്രമാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. വന്നയാളുടെ വസ്ത്രത്തിൻ്റെയും തൂക്കത്തിൻ്റെയും കനത്തിൻ്റെയും ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പാത്രങ്ങളുടെ ഷോക്കേസിൽ നിന്ന് ഏത് വിലയുള്ള പാത്രം വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. ചിലത് സ്വർണം കൊണ്ട് കെട്ടിയ പാത്രമൊക്കെ, അതൊന്നും നമുക്ക് കിട്ടുകയില്ല. സ്വർണം കൊണ്ട് കെട്ടിയ പാത്രമൊക്കെ കെട്ടും മട്ടുമുള്ളവർ ചെന്നാൽ മാത്രമേ ഈ സഹോദരിമാരെടുത്ത് തരൂ. അപ്പൊ നമ്മളാണ് ആ പാത്രം തെരഞ്ഞെടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊന്ന് പറയും, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും, മത്തായി സാറിന് ഏത് പാത്രത്തിലാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്, അത് തെരഞ്ഞെടുത്തിട്ട് തരൂ എന്നതുപോലെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു പാത്രം നമ്മുടെ അടുക്കളയിൽ നിന്ന് പോലും തെരഞ്ഞെടുക്കും മുമ്പ് നമ്മളുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുക്കും മുമ്പ് എന്നെ കുറിച്ചൊരു പ്ലാൻ അവന് ഉണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ കരം ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്.
എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് സ്തോത്രം. എവിടെന്നാ തെരഞ്ഞെടുത്തത്? ധാരാളം പാത്രങ്ങളുടെ കൂട്ടത്തിൽ മറഞ്ഞു കിടന്നിരുന്ന, അഴുക്ക് പിടിച്ചതും ഉപയോഗിക്കാത്തതുമായ പാത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഞാൻ വലിച്ചെടുത്തു. ആ വലിച്ചെടുത്തതാ പാത്രമാണ് ഞാൻ. പൗലോസിനെ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തു. സന്നിധിയും സംഘത്തിന്റെ പ്രമുഖന്മാരുടെ പട്ടികയിൽ സന്നിധിയും സംഘത്തിന്റെ പെർമിഷൻ വാങ്ങിച്ച് ആ സംഘത്തിന്റെ തീരുമാനം നടപ്പാക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട, നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗുണ്ടയായിരുന്നു എന്ന് പറയാം. ബ്ലേഡ് കമ്പനി നടത്തുന്നവരെല്ലാം പലിശ പിരിക്കാൻ ചിലരെ ആക്കി വെക്കും. പ്രിയ ദൈവമക്കളെ, അവരൊക്കെ അങ്ങനെ അവരുടെ ആ പൈസ കളക്ട് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അവർ ആക്കി വെക്കുന്നു. സന്നിധിയും സംഘത്തിന്റെ ചില വിപരീതമായ തീരുമാനങ്ങൾ നടപ്പാക്കാനും, സന്നിധിയും സംഘം എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ കഴിയുന്ന മത തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു പൗലോസ്. സന്നിധിയും സംഘത്തിലെ പ്രമാണിമാരുടെയും യഹൂദ പ്രമുഖന്മാരുടെയും പരീശന്മാരിൽ അതേ ശക്തനായിരുന്നവന്റെയും ജന്മനാ റോമാ പൗരനായിരുന്നവന്റെയും ആ കൂട്ടങ്ങളുടെ എല്ലാം നടുവിൽ നിന്ന് പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്ത പാത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ മാത്രമല്ല, എന്നെയും എൻ്റെ ദൈവം തെരഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പൊക്കെ നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? നോക്കാറുണ്ട്. എന്നെ എന്തിനായിരിക്കുമോ ദൈവം തെരഞ്ഞെടുത്തത്? ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്പോർട്സിന് മുമ്പ് പിള്ളേരെ 4 ഹൗസായിട്ട് തിരിക്കും. 4 ഹൗസായിട്ട് തിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും ചില പിള്ളേരുടെ അവസ്ഥ ഓർക്കുമ്പോൾ. അപ്പൊ നമ്മൾ വിളിക്കാനുള്ള 4 ഹൗസിന്റെ ക്യാപ്റ്റന്മാരെ ആദ്യം തിരഞ്ഞെടുക്കും. ക്യാപ്റ്റന്മാര് സ്റ്റെപ്പിന്റെ മുകളിൽ കയറി നിൽക്കും. ബാക്കി എല്ലാ പിള്ളേരും ലൈനായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത്. എന്നിട്ട് ഒന്ന് റെഡ്, ഒന്ന് ഗ്രീൻ, ഒന്ന് യെല്ലോ, ഒന്ന് ബ്ലൂ എന്നൊക്കെ പേരിട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് ഒരറ്റം മുതൽ അതിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ നേതൃത്വത്തിൽ വിളി തുടങ്ങും. ആദ്യം മിടുക്കന്മാരെ നോക്കി ചെറുന്ന് വിളിച്ചോണ്ട് പോകും. അവസാനം ഉണ്ടല്ലോ, ചിലരെ ആർക്കും വേണ്ട. അപ്പൊ അതെന്താ നീ വിളിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ സാറേ വിളിച്ചിട്ട് ഒരു കാര്യം, ഒരു പോയിന്റ് പോലും നേടിത്തരാൻ അവനെ കൊണ്ട് കൊള്ളില്ല. അവന്റെ കാഴ്ചപ്പാടിൽ ടോട്ടൽ പോയിന്റ് എണ്ണുമ്പോൾ ഒരു പോയിന്റെങ്കിലും നേടിത്തരാൻ പറ്റുന്നതിനെ വേണം വിളിക്കാൻ. നമ്പർ കൂട്ടിയിട്ട് എന്നാ കാര്യം? ആ ഉള്ള കൂട്ടത്തിൽ യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പൊ ഞങ്ങൾ ചില കാര്യങ്ങൾ ഉപയോഗിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റുകയല്ല, ആരും അവഗണിക്കാൻ പറ്റില്ല, എല്ലാവരും വിളിച്ചു ചേർത്തോളണം. ഞാൻ പറയാ ദൈവമക്കളെ, നമ്മളൊക്കെ, ഞാൻ എപ്പോഴും ഓർക്കാറുള്ള കാര്യ, കൂട്ടത്തിൽ കഴിവുകെട്ടവനായി ബുദ്ധിയിൽ പിന്നാമ്പുറം നിന്ന, സൗന്ദര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന, സാമ്പത്തികമായി ഒരു യോഗ്യതയും പറയാനില്ലാത്ത, വലിയ വിദ്യാഭ്യാസമോ കഴിവൊന്നുമില്ലാതെ, ആർക്കും വേണ്ട, എല്ലാവരെയും തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു പോഷനെ പോലെ നിന്ന, അടുത്ത സെന്റൻസ് ഞാൻ പറയട്ടെ, ഒരു പോഷനെ പോലെ നിന്ന എന്നെ എൻ്റെ കർത്താവ് ആ കൂട്ടത്തിന്റെ നടുവിൽ കണ്ടു. അങ്ങനെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ നിങ്ങളുടേതായിട്ട് തന്നെ പറയണം, എന്നെയും എൻ്റെ കർത്താവ് അങ്ങനെ കണ്ടു. അങ്ങനെ കണ്ടവർക്കായി അവന്റെ കണ്ണിൽ പെട്ടാൽ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കണ്ണിൽ പെട്ടാൽ രക്ഷപ്പെട്ടു ദൈവമക്കളെ. അവന്റെ കണ്ണെത്താകുന്നിടത്ത് കാണണ്ടേ? അവന്റെ കണ്ണെത്താകുന്നിടത്ത് നമ്മൾ കണ്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവൻ കണ്ടാൽ നമ്മളെ വിളിക്കാതിരിക്കില്ല. മനസ്സിലെ ചെറിയ തുടിപ്പ് പോലും അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയും. അതുകൊണ്ടാണ് മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ കിട്ടും.
അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിച്ച സമയത്ത് എന്നെ ഒത്തിരി ബലം തന്നൊരു വാക്യമുണ്ട്, 12-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. അതിങ്ങനെയാണ്: രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കാം എന്നാണ് ആ വാക്യം. രക്ഷയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അതിലാക്കാം എന്നാണ് കർത്താവ് തന്നിരിക്കുന്ന പ്രോമിസ്. ഞാൻ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു തരും, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വാക്യം ചൊല്ലി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യും. അന്നേരത്തെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന, കാണാതെ പഠിച്ചിട്ടുള്ള ചില വാക്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതിലൊരു വാക്യമായിരുന്നു, കർത്താവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിലാക്കാമെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടാണ്, ആഗ്രഹം കൊണ്ട് മാത്രം എന്നെ അതിൽ ദൈവം വിളിച്ചു ചേർത്തു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിവില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാപ്തിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വിദ്യാഭ്യാസമില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ബുദ്ധിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ലോകപ്രകാരം വേണ്ട യോഗ്യതകളൊന്നുമില്ല. എന്നാൽ അയോഗ്യനായിരുന്ന എന്നെയും, എല്ലാവരും മനസ്സിൽ പറഞ്ഞോളണം, എന്നെയും എൻ്റെ ദൈവം ഒരു പാത്രമായി തെരഞ്ഞെടുത്തു. ഇവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ജാതികളുടെ മുൻപിലും രാജാക്കന്മാരുടെ മുൻപിലും ഇസ്രായേൽ മക്കളുടെ മുൻപിലും എന്നെ വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത പാത്രം. 3 കൂട്ടരുടെ നടുവിൽ, ജാതികളുടെ നടുവിൽ, രാജാക്കന്മാരുടെ നടുവിൽ, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ. ശരിക്കും പൗലോസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് യഹൂദന്മാരുടെ നടുവിൽ വേല ചെയ്യാനാണ്, ഇസ്രായേൽ മക്കളുടെ വേലയിൽ വേല ചെയ്യാനാണ്. പക്ഷെ പൗലോസിന് കിട്ടിയ അപ്പോയിന്റ്മെന്റ് ജാതികളുടെ വേല ചെയ്യാൻ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചാൽ കാണാം, പൗലോസ് ഈ 3 കൂട്ടരുടെയും നടുവിൽ വേല ചെയ്തു. രാജാക്കന്മാരുടെ മുമ്പിൽ അവൻ വിസ്തരിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാം, 3-ഓ 4-ഓ വട്ടം പൗലോസ് തന്റെ മാനസാന്തരത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, പിന്നെ മറ്റൊന്ന് 22-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാം, പിന്നെ മറ്റൊന്ന് 26-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഈ അധ്യായങ്ങളിലെല്ലാം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് എവിടെ രാജാക്കന്മാരുടെ മുൻപിലും ഉന്നതന്മാരുടെ മുൻപിലും പ്രമാണിമാരുടെ മുൻപിലെല്ലാം അവന്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങി. കർത്താവ് എനിക്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. പൗലോസും അങ്ങേറ്റത്തെ വലിയ വാഗ്മിയൊന്നും ആയിരുന്നില്ല, പത്രോസിനെ പോലെ വലിയ പ്രസംഗകനൊന്നും ആയിരുന്നില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, ഒരു 8-10 കിലോ കാണും ഓർണങ്ങ് പുറത്തേക്ക് വന്ന. അത്രമാത്രം ഘനഗംഭീരനും ആയിരുന്നു അവന്റെ വാക്കുകൾ. ആളൊരു കൃശഗാത്രനായിരുന്നു, വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു. നമുക്ക് ആ മിഷണറി യാത്ര പഠിക്കുമ്പോൾ ഞാൻ പൗലോസിനെ കുറിച്ച് പറയാം. ഒരു കൃശഗാത്രനായിരുന്നു, ശോഷിച്ചവനായിരുന്നു. ഒരു കൊട്ടയിൽ കെട്ടിയിറക്കാൻ മാത്രം വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വചനത്തെ തടുക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. ദൈവം അവനെ അറിഞ്ഞ് രാജാക്കന്മാരുടെയും ജാതികളുടെയും ഇസ്രായേൽ ജനത്തിന്റെയും നടുവിൽ കർത്താവിനെ വഹിക്കാൻ ഒരു പാത്രമായി തെരഞ്ഞെടുത്തു. നിങ്ങൾ എഴുതുന്ന ഡയറിക്കകത്ത് നിങ്ങളുടെ ഒരു സ്വന്തം സെന്റൻസ് എഴുതി വെച്ച്, എന്തായിരിക്കും ആ സ്വന്തം സെന്റൻസ്? എന്നെ എൻ്റെ കർത്താവ് ആരുടെയെല്ലാം അടുക്കൽ അവന്റെ വേല ചെയ്യാനാണ് എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് സ്വന്തം കൈപ്പടയിൽ, സ്വന്തം പേന കൊണ്ട്, സ്വന്തം ഡയറിയിൽ ഒന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഒന്ന് എഴുതി വെച്ചേരെ, അവിടെ കിടക്കട്ടെ. സാധിക്കുമോ? ആ എഴുതുന്ന ഡയറിക്കകത്ത് നിങ്ങളുടെ സ്വന്തം വാചകം, എന്ത്? എന്നെ എൻ്റെ കർത്താവ് ഡാഷ് 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 ജനത്തിന്റെ നടുവിൽ അവനെ വഹിക്കാൻ എന്നെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ഒപ്പിട്ടിട്ട് ഡേറ്റ് എഴുതിയിട്ടേക്കണം.
ഞാൻ ഇന്നത് ഒന്നും കൂടി ഓർക്കുകയാണ്. ഇന്ന ആളുകളുടെ നടുവിൽ അവന്റെ വേല ചെയ്യാനായിട്ടാണ് എന്നെ എൻ്റെ ദൈവം ആരായിട്ട് തിരഞ്ഞെടുത്തേക്കെന്ന് അറിയാമോ? പാത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാത്രമായി എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാം. 15-ാം വാക്യം ഇങ്ങനെയാണ്: എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. കണ്ടോ, പൗലോസ് അത് മനസ്സിലാക്കി. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തൻ്റെ കൃപയാൽ. അപ്പോ ദൈവം എന്നാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? തൻ്റെ അനാദി നിർണയത്തിൽ, എൻ്റെ ജനനത്തിൽ തന്നെ. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകനെ തെരഞ്ഞെടുത്തത്, യെശയ്യാവിനെ തെരഞ്ഞെടുത്തത്, സകല ഭക്തന്മാരെയും അമ്മയുടെ ഉള്ളിൽ വെച്ചാണ് ഇതിൻ്റെ ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നേക്കണേ അവിടെ വെച്ചാ. എന്തൊക്കെയാന്ന് അമ്മമാർക്കറിയാം കുറെയൊക്കെ. 2 ജീനുകളെ തമ്മിൽ ഒന്നിപ്പിച്ചത് കർത്താവാണ്. സൃഷ്ടി നടത്തി. 2, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും, കയ്യ്, കാല്, കണ്ണ്, ചെവി, മൂക്ക്, ഡാഷ് ഡാഷ് ആദിയായതെല്ലാം 280 ദിവസം കൊണ്ട് സർവശക്തനായ ദൈവം അതെല്ലാം മാനുഫാക്ചർ ചെയ്ത്, അതെല്ലാം രൂപകൽപ്പന ചെയ്ത്, അതെല്ലാം ആരോഗ്യപൂർണമാക്കിയെടുത്തു. തീർന്നില്ല. ഭൂമിയിൽ ജീവിക്കാനല്ലല്ലോ ദൈവമക്കളെ നമ്മുടെ ദൈവം സൃഷ്ടിച്ചേക്കണേ, ആണോ? ഒരിക്കലുമല്ല. ഭൂമി വഴി സ്വർഗത്തിൽ പോകാനാ. ഈ ലോകം വഴി സ്വർഗത്തിലേക്കാ പോണേ. ലോകം വഴി സ്വർഗത്തിൽ പോകാനായിട്ടാണ്, ലോകം വഴി നിത്യതയിലേക്ക് പോകാനായിട്ടാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കയ്യും കാലും കണ്ണും മൂക്കും മതിയോ? പോരാ. സ്വർഗത്തിൽ ജീവിക്കാനുള്ള ചില ഇന്റേണൽ ഓർഗൻസ് ആവശ്യമായിരിക്കുന്നു. അതെന്താണാവോ? അത് കുടലും ഹൃദയവും പാൻക്രിയാസും ഇതൊന്നല്ല. അതൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ട വളരെ മസ്റ്റായിട്ടുള്ള 2 കാര്യമുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. 2 കാര്യമുണ്ട്. ആ 2 കാര്യം ഏതാന്ന് ആരെങ്കിലും ഓർക്കണമെങ്കിൽ പറയാമോ? 2 കാര്യമാണ്. 1 വിശ്വാസം, 2 രക്ഷ. ഇത് 2ഉം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം നമുക്ക് തരുന്നതാണ്. നീതീകരണവും വിശ്വാസം. രക്ഷ വെളിപ്പാട് 7:10. രക്ഷ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം. മറ്റൊന്ന് എഫേസ്യ ലേഖനം 2:8. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അപ്പോ 2 കാര്യം. വിശ്വാസവും രക്ഷയും ഇല്ലാതെ ആർക്കും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അത് നമുക്ക് ലഭിക്കാൻ കാരണം, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണോ ജീവൻ ലഭിച്ചത് ആ സെക്കൻഡ് മുതൽ നമുക്ക് ജീവൻ നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നിത്യത നമുക്ക് തരാൻ അവന് കരുണ തോന്നി നമ്മളോട്. അങ്ങനെ കരുണ തോന്നി ദാനമായി തന്ന 2, ഞാൻ ആ വാക്ക് പറയണം മുഴുവനും ശരിയാണോന്ന് എനിക്കറിയാൻ പാടില്ല, 2 ഇന്റേണൽ ഓർഗൻസ് ആണ് വിശ്വാസവും രക്ഷയും. എന്നാൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും അത് വേറെ കാര്യമാണ്. അത് പ്രവൃത്തിയാണ്. ഇത് 2ഉം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി തരുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രവൃത്തികളായിട്ടുള്ളത് നമ്മൾ വളർന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പോകട്ടെ ദൈവമക്കളെ. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ നമ്മെ മുന്നറിഞ്ഞ്
അവൻ നമ്മെ തെരഞ്ഞെടുത്ത് നമ്മളോട് കരുണ തോന്നി, അവൻ നമ്മളോട് മനസ്സലിവ് കാണിച്ച് രക്ഷ, കാൽവറിയിൽ കർത്താവ് ഒരുക്കിയ രക്ഷയും അവനിലുള്ള സ്വർഗം ദാനമായി തരുന്ന വിശ്വാസവും ഇത് രണ്ടും നമുക്ക് തന്നു. വളർന്നു വന്നപ്പോൾ അമ്മ പ്രസവിച്ചതിന് ശേഷമാണ്, നിങ്ങൾക്കറിയാം, പ്രസവിക്കുമ്പോൾ തന്നെ നേഴ്സസ് വന്ന് കൊച്ചിന്റെ കാലിന്റെ ഈ വെള്ളയിൽ വന്ന് രണ്ട് ഞൊട്ടണ എന്തിനാണെന്നറിയാമോ? പൊട്ടിക്കരയാനാണ്. അത് പൊട്ടിക്കരയുമ്പോഴാണ് ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസും ആക്ടിവേറ്റ് ആകണേ. അവിടെ അതിന്റെ സ്വിച്ച് ഇരിക്കണേ. ആ സ്വിച്ച് നേഴ്സ് ഒരു ഞൊട്ടുമ്പോ പൊട്ടി കരയുമ്പോ ഇതിന്റെ അകത്തെ എല്ലാ പാർട്സും ആക്ടിവേറ്റ് ആകും. ഇതുപോലെ തന്നെ ദൈവം നമ്മിൽ ആക്കി വെച്ചിട്ടുള്ള വിശ്വാസവും രക്ഷയും നമ്മൾ ആക്ടിവേറ്റ് ആക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അതിനാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് നമ്മൾ ആക്ടിവേറ്റ് ആക്കി എടുക്കേണ്ടത്. ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ ഏറ്റുപറയുന്നു. അങ്ങനെയാണ് നമ്മളിൽ അവൻ വെച്ചിട്ടുള്ള കാര്യം, ഞാൻ എന്നിലുള്ള ആ കാര്യത്തെ എനിക്ക് സംസാരിപ്പാൻ, ചിന്തിപ്പാൻ, കേൾക്കാൻ, പോകാൻ ഒക്കെ പ്രാപ്തിയായപ്പോൾ ഞാനത് എന്ത് ചെയ്തു? ഞാനത് ആക്ടിവേറ്റ് ആക്കി. അവരാണ് രക്ഷിക്കപ്പെട്ട ഗണം. അപ്പൊ ഇതിന്റെ എല്ലാം ബിഗിനിങ് സ്റ്റേജ് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴാണ്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് എവിടെയാണ് എന്നവിടെ കാണാം. മറ്റൊന്ന്, ഗലാത്യ ലേഖനം 16-ാമത്തെ വാക്യം കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 1:15-16. കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്, അടുത്ത കാര്യം, ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ആ പോക്കും വരവിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ വരുമ്പോൾ ചിന്തിക്കാം. അപ്പൊ ദൈവം എന്നെ ജാതികളുടെ വേലയ്ക്ക് വേണ്ടി ജനനം മുതൽ എന്ത് ചെയ്തു? ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. മറ്റൊരു വാക്യം ചേർത്ത് പറയാനുള്ളത് ഇതാണ്. ഗലാത്യ ലേഖനം 2:7-8 വാക്യം കൂടി നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 2:7-8 വാക്യം ഇങ്ങനെയാണ്: നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിശോധനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണവും പരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ 15-ാം വാക്യത്തിൽ എന്നാ വായിച്ചത്? ജാതികളുടെ ഇടയിലും പിന്നെ രാജാക്കന്മാരുടെ ഇടയിലും പിന്നെ ഇസ്രായേൽക്കാരുടെ ഇടയിലും ശുശ്രൂഷയ്ക്കായി എൻ്റെ ജനനം മുതൽ എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ 2:6-7 വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്: എങ്ങനെ പരിച്ഛേദനക്കാരുടെ നടുവിലെ വേലയ്ക്ക് വേണ്ടി പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടി വ്യാപരിച്ചവൻ ആരാണത്? പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ പരിച്ഛേദനയേറ്റവരുടെ നടുവിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത എൻ്റെ ദൈവം ജാതികൾക്കായി എന്നോടുകൂടെ വ്യാപരിച്ചത് കൊണ്ട്, അപ്പൊ പൗലോസിന്റെ കൂടെ വ്യാപരിച്ച ആത്മാവും പത്രോസിന്റെ കൂടെ വ്യാപരിച്ച ആത്മാവും ഒന്നാണ്. ആത്മാവാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവ്. ഈ ആത്മാവാണ് നോഹയിൽ വ്യാപരിച്ചത്. ഈ ആത്മാവാണ് യെശയ്യാവിൽ വ്യാപരിച്ചത്. ഈ ആത്മാവാണ് മോശയെ നടത്തിയത്. ഈ ആത്മാവാണ് ഹാനോക്കിൽ വ്യാപരിച്ചത്. ഈ ആത്മാവാണ് ഏലിയാവിൽ വ്യാപരിച്ചത്. ഈ ആത്മാവാണ് ഇയ്യോബിൽ വ്യാപരിച്ചത്. ഇപ്പൊ പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും ഭക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണ്. അവന് മുഖപക്ഷമില്ല. അത് തൃത്വത്തിൽ ഒരുവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വാക്യം കൂടി വായിക്കാം. എഫെസ്യ ലേഖനം 3:7 വാക്യം. 3:7 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം.
ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം തരുന്ന കൃപാദാനങ്ങൾ, പൗലോസിന് അത് സംബന്ധിച്ച് വളരെ കൃത്യമായ തിരിച്ചറിവ്, കൃത്യമായ ബോധ്യം പൗലോസിനെ ഭരിച്ചിരുന്നു. പൗലോസിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്തിനാണെന്ന്. നമ്മൾക്കാണ് പലപ്പോഴും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ഊഹവും കിട്ടാതെ പോവുകയാണ്. ഞാൻ എന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടോ, എപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ, അന്നേരത്തെ എല്ലാം പറയാറുള്ളൊരു വാക്കാണ്, എന്നെ കർത്താവ് എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, ആരുടെ ഇടയിൽ അവന്റെ കാര്യം ചെയ്യാനാണ്, ഡ്യൂട്ടി ചെയ്യാനാണ് എന്നെ ആക്കി വെച്ചിട്ടുള്ളത്. ഒരു നേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആള്, അഡ്മിനിസ്ട്രേഷനിലുള്ള ആള് ആ നേഴ്സിനെ എവിടെ ഡ്യൂട്ടിക്ക് ആക്കണമെന്നാ നേഴ്സിംഗ് ഹെഡായിട്ടുള്ള ആളല്ലേ തീരുമാനിക്കുന്നേ. എന്നതുപോലെ ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്കുമുണ്ട് ഒരു തലക്കെട്ട്, അതിനുമുണ്ട് ഒരു അപ്പോയിന്റിങ് അതോറിറ്റി ഉണ്ട്. എന്നെ എവിടെയാക്കി എന്ന് വചനത്തിലൂടെ തിരിച്ചറിയണം. ഞാന് ജാതികളായ അല്ലെങ്കിൽ ആദിവാസികളായ സാധുക്കളായ ആളുകളുടെ ഇടയിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സാർ എന്തി സാറേ ഇവിടെ ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടായിട്ട്, സമ്പന്നരായ ആളുകൾ കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ടായിരുന്നിട്ട്, സാർ എന്തിനാണ് ഈ ആദിവാസികളുടെ ഇടയിലേക്ക് പോയത്? ഒരാളല്ല, ഏറെ പേര് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഉത്തരം എനിക്ക് വളരെ കൃത്യമാണ്. ഞാൻ ജീവിച്ചു വന്ന അതേ സാഹചര്യത്തിലുള്ളവരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ആൻസർ. 2008 എന്നെ സഭയിൽ നിന്ന് നീക്കിയ കാലത്ത് ധാരാളം ആളുകൾ എനിക്ക് ചുറ്റും വന്നു. സാർ ഒരു സഭ ആരംഭിക്കും, ഞങ്ങൾ ചേരാം സാറിന്റെ സഭയിൽ. 1,00,000 രൂപ വെച്ച് സാറിന് മാസം തോറും ദശാംശം തരാം. എന്തെല്ലാം ഓഫർ വന്നെന്നറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എന്നെ ഏൽപ്പിക്കാത്ത പണിക്ക് ഞാൻ പോകില്ല. ഒരു സഭയുടെ അധ്യക്ഷനായിരിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ വിളിയോ അല്ല എനിക്കുള്ളത്. എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ ദൈവം എന്നെ കണ്ടു. എൻ്റെ അമ്മ പ്രസവിച്ചത് അങ്ങനെ ഒരു വീട്ടിലായിരുന്നു. അതിനകത്ത് അവൻ എനിക്ക് ആവശ്യമായ ട്രെയിനിങ് തന്നു. എനിക്ക് അതിന് തക്കവണ്ണം ദാരിദ്ര്യത്തിനകത്ത് അവൻ എന്നെ രൂപപ്പെടുത്തിയെടുത്തു. അതുകൊണ്ട് എനിക്ക് അവരുടെ സങ്കടങ്ങൾ എനിക്കറിയാം. അവരുടെ നടുവിലെ പണി എന്നെ ഏൽപ്പിച്ചേച്ച് ഞാൻ പിന്നെ സഭ സ്ഥാപിക്കാനും സഭയുടെ പുറകെ നടന്ന ആൾക്കാരെ വേണ്ട ആ കാര്യത്തിന് ഞാനില്ല. ദൈവമക്കളെ, ദശാംശം കിട്ടാന്ന് വെച്ചാലും പണം കിട്ടാന്ന് വെച്ചാലും എന്ത് കിട്ടിയാലും ഒരു തിരിച്ചറിവ് നമ്മളെ ഭരിക്കണം. എന്തിനാണ് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്? ഈ ഡിവൈസിലുള്ള നമ്മളെല്ലാവരും ആ തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. എന്തിന് എൻ്റെ ദൈവം എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നു? ഞാൻ അവനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രം. പ്രൈസ് ദി ലോർഡ്. ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രം. നമ്മൾ 9:1 മുതൽ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം
അവിടുത്തെ പള്ളികൾക്ക് മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. എന്തേ കാരണം എന്നറിയാമോ? എന്താണ് അങ്ങനെ വരാൻ കാരണം? പൗലോസിനെ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തെരഞ്ഞെടുത്തിട്ട് ആ തെരഞ്ഞെടുത്തതിന് വിപരീതമായി ഓടിയപ്പോൾ അവൻ വേദനിപ്പിച്ച ജനം അവന് വേണ്ടി മുട്ടിന്മേൽ നിന്നു. ഒരാളെ തെരഞ്ഞെടുക്കുന്നതിൽ സ്വർഗം നിർബന്ധിക്കപ്പെടുന്നത് ഭൂമിയിലുള്ള നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ്. ഞാനൊരു സന്ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം ഹൃദയഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ മാനസാന്തരത്തിനു വേണ്ടി ദൈവം പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഉദാഹരണം പറയായിരിക്കും, ഞാൻ അവന് വേണ്ടിയിട്ട് എത്ര നാളായി പ്രാർത്ഥിക്കണം, ഇവന് വേണ്ടിയിട്ട് എത്ര നാളായി പ്രാർത്ഥിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നോട് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന്റെ സമയത്ത് ദൈവം അവന്റെ മീതെ ആ വല വീശും. ഇപ്പൊ തന്നെ വേണമെന്നൊന്നും പറയണ്ട. ദൈവം സമയത്ത് ആ വല അവന്റെ മേലെറിയും. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോളണം, ഞാൻ ചില നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു അസൈൻമെന്റ് തരിക. ഇപ്പൊ നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷെ ഞാൻ പിരിഞ്ഞു പോകും മുമ്പ് എഴുതണം. 10 പേരിൽ കൂടാതെ 5 പേരിൽ കുറയാതെ മാനസാന്തരപ്പെടാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നു മുതൽ ആ വ്യക്തിക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കൈകാൽ കഴുപ്പം, നെഞ്ചുവേദന, ഉളുക്ക, ചതവ്, ഉരുണ്ടുകയറ്റം, പെരണ്ടുകയറ്റം, കൈകാൽ കഴുപ്പം, നെഞ്ചുവേദന, തലവേദന, എന്തെല്ലാം വേദന മാറാനാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. എന്നാൽ ഇന്നു മുതൽ മനസ്സാന്തരം കൊണ്ട് ആവശ്യമുള്ള ചിലരെ എനിക്ക് എൻ്റെ ദൈവാത്മാവ് കാണിച്ചു തരുന്നു. ആ വ്യക്തികളുടെ മാനസാന്തരത്തിനായി ഞാൻ നിർബന്ധപൂർവ്വം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. അപ്പൊ അമ്മയുടെ ഉള്ളിൽ വെച്ച് അവനെ തെരഞ്ഞെടുത്തതാണെങ്കിലും അവനെ കൊണ്ടു നടന്നത് ആരാണ്? ഒരന്ധകാര ശക്തി അവനെ എങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതതിന്റെ ക്ലൈമാക്സിലേക്ക് ചെന്നപ്പോ ദൈവജനം ഉണർന്നെഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവനെ മാർഗമധ്യത്തിൽ വെച്ച് പ്രകാശം കൊണ്ട് അടിച്ചു വീഴ്ചു. ദൈവം അവനെ പിടിച്ച് വലയ്ക്കകത്തിട്ടു. നിശ്ചയമായി നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന വ്യക്തികളുണ്ടല്ലോ, അവരുടെ മാനസാന്തരം കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കും. എൻ്റെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ട് പോകാൻ, അത് കണ്ടും കേട്ടും അവരൊന്ന് അനുഗ്രഹിച്ചിട്ട് പോകാൻ കർത്താവേ നീ എനിക്ക് അവസരം തരണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഒരു പ്രാക്ടിക്കൽ ലൈഫാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടണം. നമ്മളിങ്ങനെ കേട്ടിരുന്നിട്ട് എന്നാ മണ്ണാങ്കട്ട കിട്ടാനാ? ഒരു കുന്തവും കിട്ടുകയില്ല. നമ്മൾ കർത്താവിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കാൻ, ചില സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ, നമ്മുടേതായ ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ ഒക്കെ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ ആരുടെയും വീട്ടിൽ പ്രേയർ നടത്താനായിട്ട് അനുമതിയില്ല, അനുവാദമില്ല. ഒരു ആന്റിയുടെ വീട്ടില് പ്രേയർ വെച്ചു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ റിസ്ക് ആണ് സാറേ, പക്ഷെ എങ്കിലും സാറ് പോണതിന് മുമ്പ് എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സാരില്ല, അച്ചായൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെക്കാം. കർത്താവ് സൂക്ഷിക്കും. ത്യാഗത്തിന് തയ്യാറാകുന്നു, വില കൊടുക്കാൻ തയ്യാറാകും. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നു. എന്തേ അതങ്ങനെ ചെയ്യാൻ? എന്നുള്ള സ്നേഹമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അവരത്രമാത്രം നല്ലവനായ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ 5 or 10 പേരുടെ പേര് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ എഴുതുന്നത് കണ്ട ഒരു കർത്താവുണ്ട്. അതൊരു നൊമ്പരത്തിൽ നിന്ന് എഴുതുന്നതാണ്, അതൊരു ഹൃദയഭാരത്തിൽ നിന്ന് എഴുതുന്നതാണ്. അവർക്ക് വേണ്ടി അവരുടെ പേരെഴുതി നിങ്ങളുടെ ബൈബിളിൽ വെച്ചിട്ട് വേദപുസ്തകം എടുക്കുമ്പോൾ മറന്നു പോകാതെ അവരുടെ മേൽ കൈവച്ച്, യേശു അപ്പാ, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മരിക്കും മുമ്പ് ഇവരുടെ മേൽ നിന്റെ ആ പുതപ്പ് വീഴുന്നത്, രൂത്തിന്റെ മേൽ ബോവസ് പുതപ്പെറിഞ്ഞതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഏലിയാവിന്റെ പുതപ്പ് എലീശായുടെ മേൽ വീണതുപോലെ, കർത്താവേ, എന്റെ കണ്ണടയും മുമ്പ് എനിക്ക് തന്ന അഭിഷേകം ഞാൻ ഈ പ്രാർത്ഥിക്കുന്നവരിൽ കാണാൻ എനിക്ക് കൃപയും ഭാഗ്യവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ. ദൈവം ഒരിക്കലും ശുശ്രൂഷ പാഴാക്കില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒന്നും വൃഥാവായി പോവില്ലേ. ചെലവിടുന്ന ആരോഗ്യം, പറയുന്ന വാക്ക്, ചെലവിടുന്ന സമയം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന 60-62 പേര്, നിങ്ങൾ 10 പേരുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ 600 പേരുടെ പേരായി. വേണ്ട, 500 പേരുടെ പേര് എന്തായാലും ഉണ്ടല്ലോ. ഈ 500 പേരിൽ മാറ്റം വരുത്താൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക്, ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്യും. സാറായിക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോ എന്നാ പറഞ്ഞെന്നറിയാമോ? അടുത്ത ഈ ആണ്ടാകുമ്പോഴേക്കും അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അടുത്ത ഈ ആണ്ടാകുമ്പോഴേക്കും എൻ്റെ കർത്താവ് 10 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ആമേൻ. വിശ്വസിക്കുന്നെങ്കിൽ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരുടെ പിന്നാമ്പുറം നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മുന്നിൽ പടയാളിയായി പോകാൻ വേണ്ടിയിട്ടായിരിക്കാം, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നിങ്ങളത് തിരിച്ചറിയണം. എന്നെ എന്തിനാണ് എൻ്റെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ ഒരുക്കം, നീ എന്നെ ഏൽപ്പിച്ചാലും ഞാനത് ചെയ്തോളാം ഒന്ന് പറയാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകളെ അടച്ചാട്ടെ. അവനെ അപ്പാന്ന് വിളിച്ചേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പൗലോസിനെ തെരഞ്ഞെടുത്തു എങ്കിലും അവൻ പിന്നെ പോയ വഴി കണ്ടില്ല. അവൻ പോകുന്ന വഴിയിലെല്ലാം ഒരു സാറ്റലൈറ്റിൽ നിന്ന് വാച്ച് ചെയ്യുന്നത് പോലെ അവൻ ഉയരത്തിൽ നിന്ന് പൗലോസിന്റെ നേരം ദൃഷ്ടി വെച്ചു. അവൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിനെ മാത്രമല്ല കണ്ടുള്ളൂ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തെരഞ്ഞെടുത്ത പൗലോസ് കല്ലെറിയാൻ പോയവരുടെ എല്ലാം വസ്ത്രം കാത്ത് കൈയടിച്ചു നിൽക്കുന്ന കാഴ്ച ഉന്നതങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് കണ്ടു. ദൈവമക്കളെ, അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ധാരാളം ദൈവമക്കൾ ഈ ഗുണ്ടാ സംഘത്തിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യാക്കോബിനെ തടവിലാക്കിയപ്പോഴും അവർ പ്രാർത്ഥിച്ചു കാണും. യാക്കോബിന്റെ കഴുത്ത് വെട്ടി, കാത്തിരിക്കാൻ നേരം കൊടുത്തില്ല. എന്തായാലും ഇവനെ വെറുതെ വിടില്ലെന്ന് സ്വർഗം തീരുമാനിച്ചു. കാരണം അത്രയേ ഉള്ളൂ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതോടുകൂടി സഭ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ പേരെഴുതിയ 10 പേർക്ക് വേണ്ടി ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിച്ചാൽ അടുത്ത ഈ ആണ്ടാകുമ്പോഴേക്കും
എന്റെ കർത്താവ് എനിക്ക് അതിൻ്റെ മേലൊരു മറുപടി തരും. ആമേൻ. വിശ്വാസത്തോടെ സ്വന്തമാക്കിക്കോ. എനിക്ക് എന്റെ കർത്താവ് അത് തരും. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നീ എനിക്കായിട്ട് അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ 2025 ജൂലൈ മാസം 8-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷം ഞങ്ങളുടെ കുറിപ്പുകളിൽ ഞങ്ങൾ കുറിച്ചിട്ട ഈ വ്യക്തികൾക്കൊരു മാറ്റത്തിന് വേണ്ടി ഇന്നു മുതൽ ഞങ്ങൾ മുട്ടിന്മേൽ നിൽക്കും. ഓടിച്ചിട്ട് പിടിക്കുന്നവനാ കർത്താവ്. വേണ്ടി വന്നാൽ വലവീശി പിടിക്കുന്നവനാ കർത്താവ്. ഏറ്റവും സങ്കടമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒറ്റാല് കുത്തി പിടിക്കുന്നത്. രക്ഷപ്പെടാൻ കഴിയില്ല, പിന്നെ കഴുത്തൊടിച്ചേ പറ്റൂ. സ്തോത്രം. കർത്താവേ, എന്നെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഞാൻ. നെഞ്ചത്ത് കൈവച്ച് അവനോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നീ എന്നെ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഞാൻ. സ്തോത്രം. നീ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഞാൻ. എന്തിനുപയോഗിക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചു. എവിടെ ഉപയോഗിക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചു. പാത്രങ്ങൾ വരുന്നവർക്ക് കാൽ കഴുകാൻ പുറത്തു വെക്കുന്ന ഒരു തുരുത്തി പോലെ, ഒരു വെൺകൽ പാത്രം പോലെയെങ്കിൽ അങ്ങനെ. അടുക്കളയിൽ വരുന്നവർക്ക് ആഹാരം കഴിക്കാൻ ഒരു പാത്രമെങ്കിൽ അങ്ങനെ. കർത്താവേ, തട്ടിക്കളിക്കാൻ കൊടുക്കുന്ന ഒരു പാത്രമെങ്കിൽ അങ്ങനെ. നിന്റെ ഇഷ്ടം പോലെ എന്നെ ഉപയോഗിക്കണമേ. നന്ദിയോട് അവന്റെ പൊന്നുകരങ്ങളിലേക്ക് നമുക്ക് പരമേൽപ്പിക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആശിഷ് ബ്രദർ പ്രാർത്ഥിച്ചല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പാൽക്കാലം കൂടെ കർത്താവ് ജീവനുള്ള ദേശത്ത് ഇടങ്ങളെ ശേഷിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, പൈതങ്ങളായിരുന്നപ്പോൾ തന്നെ കർത്താവ് പിണ്ടാകാരത്തിലായിരുന്നപ്പോൾ തന്നെ വിശ്വാസവും രക്ഷയും തന്ന് ദാനമായിട്ട് തന്ന് കർത്താവ് ഇടങ്ങളിലേക്ക് ശുശ്രൂഷയിലേക്ക് കർത്താവ് നിയോഗിച്ച കാര്യം കർത്താവ് ഈ വചനത്തിൽ കൂടി ഇടങ്ങൾ കേട്ടുവല്ലോ. കർത്താവ് ഇടങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിഞ്ഞ് കർത്താവ് ഇടങ്ങൾ തന്നെ ശോധന ചെയ്യുവാൻ ഇടങ്ങളെ സഹായിക്കണം. പലപ്പോഴും ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് കർത്താവെ അങ്ങയുടെ ഹിതം അനുസരിച്ച് ജീവിക്കാതെ പോയ കുറവുകളുണ്ട്. കർത്താവ് ഇടങ്ങളുടെ സൗഭാഗ്യത്തിലും കർത്താവ് ഇടങ്ങളുടെ ലക്ഷറിയിലും ഒക്കെ രമിക്കുമ്പോൾ കർത്താവ് അങ്ങ് അടിങ്ങളെ നിയോഗിച്ച നിയോഗം എന്തെന്ന് തിരഞ്ഞെടുത്ത് കർത്താവെ ആ ശുശ്രൂഷ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അങ്ങടികളെ സഹായിക്കണമേ. കർത്താവെ, പൗലോസിനെ തിരഞ്ഞെടുത്ത പോലെ കർത്താവ് അങ്ങ് അടികളെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടി തന്നെയാണ്. എഫേസ്യർ 2:10 പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ കർത്താവ്. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ അടിങ്ങളെടുത്ത തീരുമാനം പ്രാബല്യത്തിലാക്കുവാനും അത് വിശ്വാസത്തോടെ, വാഞ്ചയോടെ, താല്പര്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ഓരോ ദിവസവും ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് അടികളെ സഹായിക്കണമേ. കർത്താവ് അടികളെ എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ച അടികളുടെ സമർപ്പണത്തെ അങ്ങ് മാനിക്കണമേ. കർത്താവ് ഈ സമർപ്പണം വിശുദ്ധിയോടെ തികയ്ക്കുവാൻ, നിഷ്കളങ്കതയോടെ തികയ്ക്കുവാൻ അടികളെ സഹായിക്കണമേ. കർത്താവ് അങ്ങ് മുന്നറിഞ്ഞ് നിയമിച്ച് കർത്താവെ വിളിച്ച് നീതീകരിച്ച് തേജസ്കരിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ ദാസന ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പൗലോസ് കർത്താവ് അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ മർമ്മമായിരുന്ന പല കാര്യങ്ങളും കർത്താവ് അങ്ങയുടെ മകനിൽ കൂടെ വെളിപ്പെടുത്തി കർത്താവെ ക്രിസ്തുവിന് വേണ്ടി കർത്താവെ ജീവിച്ച ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അതുകൊണ്ട് കർത്താവ് ഈ വചനമൊക്കെ ധ്യാനിക്കുമ്പോൾ കർത്താവ് കർണരസമാകാതെ കർത്താവെ ഇത് അടികളുടെ ജീവിതത്തിലെ കർത്താവ് ഒരു സൗണ്ട് ഡോക്ടറിൻ ആണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ സഹായിക്കും. ഞങ്ങളുടെ ദാസന് അതിന് കർത്താവ് ഈ മരുഭൂമി പ്രദേശത്ത് വന്ന് കർത്താവെ പൗലോസിനെ കുറിച്ച്, പൗലോസ് ഏത് മരുഭൂമി പ്രദേശത്തായിരുന്നു അതേപോലെ ആ ഭാഗത്ത് വന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവെ അങ്ങയുടെ മകനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ മടക്കയാത്രങ്ങൾ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും തിരിച്ചും സമർപ്പിക്കുന്നു. ഒരു
തീരുമാനത്തിന് കർത്താവ്, പ്രത്യേകിച്ച് ഇന്ന് ഈ വർഷത്തിന്റെ 27 ആഴ്ച തികയാവുന്നല്ലോ കർത്താവ്. ഇനിയുള്ള ബാക്കി ഹാഫ് കർത്താവെ കൂടുതൽ വിശ്വസ്തയോടെ കർത്താവെ ജീവിക്കുവാൻ, ജീവിതം നയിക്കുവാൻ അങ്ങോട്ടുങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതായത് ഒന്ന് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.